അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയില്ലട്ടോ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വേണം. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ ഫഅക്സിറൂ മിൻഹുമാ, ഇത് രണ്ടും നിങ്ങൾ പെരുപ്പിക്കണം, ധാരാളമായി ചൊല്ലണം. കാരണം എന്താ? ഫഇന്ന ഇബ്ലീസ അലൈഹി ലഅന, തീർച്ചയായും ലഅനത്താക്കപ്പെട്ട ഇബ്ലീസില്ലേ, ആ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് പറയുകയാണ്, അഹ്ലക്തുന്നാസ ബിദ്ദുനൂബി വൽ മാസി, അഹ്ലക്തുന്നാസ ബിദ്ദുനൂബി വൽ മാസി, ഞാൻ ഈ ജനങ്ങളൊക്കെ ആകെ ഹലാക്കാക്കുന്നത് ദുനൂബ് കൊണ്ടും മാസിയത്ത് കൊണ്ടുമാകുന്നു. മനസ്സിലായി? ഇബ്ലീസ് പറയാണ്, ഞാൻ ജനങ്ങളെ ഹലാക്കാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ദുനൂബ് കൊണ്ടും മാസിയത്ത് കൊണ്ടുമാണ്. എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ചെയ്തിട്ടാണ് ജനങ്ങളെ ഹലാക്കാക്കുന്നത്. നമ്മളൊക്കെ ജനങ്ങളല്ലേ, നമ്മളൊക്കെ ഇബ്ലീസ് ഹലാക്കാക്കുന്നത് എങ്ങനെയാണ്? പാപങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടാണ്, തെറ്റുകൾ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഹലാക്കാക്കുന്നത്. നശിച്ചു നമ്മൾ പാപങ്ങൾ കൊണ്ട്, നമ്മൾ തന്നെ നമ്മുടെ നാശത്തിന്റെ കുഴി തോണ്ടി വെക്കുകയാണ്. ഓരോ പാപങ്ങൾ, ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ പരാജയത്തിന്റെ പതനം, നമ്മുടെ പരാജയത്തിന്റെ നാശത്തിന്റെ തുടക്കം നമ്മൾ തന്നെയാണ് ഒരുക്കി വെക്കുന്നത്. ആര് പറയാണ്? പിശാച് പറയാണ്, ഇബ്ലീസ് പറയാ, വഅഹ്ലകൂനി ബിലാ ഇലാഹ ഇല്ലല്ലാഹി വൽ ഇസ്തിഗ്ഫാർ. എന്നാൽ ആ ഇബ്ലീസ് തന്നെ പറയുകയാണ്, പാപങ്ങളെ കൊണ്ട് ഞാൻ മനുഷ്യനെ നശിപ്പിക്കുമ്പോ ആ മനുഷ്യൻ എന്നെ നശിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടും ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടുമാകുന്നു. ഇബ്ലീസ് നമ്മളെ നശിപ്പിക്കുന്നത് നമ്മളെ പാപം ചെയ്യിപ്പിച്ച്, അതേസമയം ഉടനെ തന്നെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലിയാലോ, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നീ ദിക്റുകളൊക്കെ ചൊല്ലുമ്പോഴോ ഇബ്ലീസ് പറയാണ്, നമ്മൾ ഈ ഇസ്തിഗ്ഫാർ കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടും ഇബ്ലീസിനെയാണ് അത്രേ നശിപ്പിക്കുന്നത്. ഇബ്ലീസ് പറയുന്നു, ഫലമ്മാ റഅയ്തു ദാലിക, ഇത് ഞാൻ വല്ലാതെ ജനങ്ങളിൽ നിന്ന് കണ്ടപ്പോ, ഇബ്ലീസ് പറയാണ് കേട്ടോ, ഞാൻ ജനങ്ങളിൽ നിന്ന് വല്ലാതെ ഇത് കണ്ടു. ഏത് കണ്ടു? ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, ഇങ്ങനെ ജീവിക്കുന്നത് കണ്ടപ്പോ എനിക്ക് ജയിക്കണല്ലോ, എനിക്ക് ജയിക്കണം, അവരെ നശിപ്പിക്കും വേണം. അതിന് ഞാൻ കണ്ടൊരു പോംവഴി എന്താണെന്നറിയോ? ഇബ്ലീസ് പറയുന്നു, ഫലമ്മാ റഅയ്തു ദാലിക അഹ്ലക്തുഹും ബിൽ ഹവാ, ദേഹേച്ഛകളെ കൊണ്ട് ഞാൻ അവരെ പരാജയപ്പെടുത്തുന്നു, അവരെ നശിപ്പിക്കുന്നു. മനുഷ്യരെ നശിപ്പിക്കാൻ ഇബ്ലീസ് കണ്ടെത്തിയൊരു മാർഗമാണെന്ത്? ദേഹേച്ഛകൾ. ദേഹേച്ഛകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് പല കാര്യങ്ങളോടും ആഗ്രഹം വരിക, പല വസ്തുക്കളോടും ആഗ്രഹം, റഗബത്ത് വരിക, വല്ലാത്തൊരു ഹവ വരുന്ന ഹവൻ നഫ്സ്, വല്ലാത്തൊരു ശഹവത്ത് അവനെ പിടികൂടുക, എന്നിട്ട് അതുപോലെ ചെയ്യാം. സ്വന്തം ശരീരം കൊതിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് മനുഷ്യൻ വഴിപ്പെട്ടു കൊടുക്കുക. നമ്മുടെ സ്വന്തം ശരീരം അതെന്താണോ ഇച്ഛിക്കുന്നത് അത് ചെയ്യാൻ മനുഷ്യൻ താല്പര്യം കാണിക്കുക. ഇങ്ങനത്തെ ഒരു ടെൻഡൻസിയാണ് പിന്നീട് ശൈത്താൻ, ഇബ്ലീസ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഹും യഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവർക്ക് വിചാരമുണ്ട്, മനുഷ്യർക്ക് വിചാരമുണ്ട്, അവർക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നന്നാകാൻ കഴിയില്ല. കാരണം എന്താ? സ്വന്തം ശരീരം തന്നെയാണ് അവരുടെ വിന, സ്വന്തം ശരീരം തന്നെയാണ് അവർക്ക് വലിയ പാര വെക്കുന്നത്. അപ്പൊ ദേഹേച്ഛകളെ കൊണ്ട് മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്ലീസ് പാടുപെടുന്നത്, പണിയെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാലും നമ്മൾ ഒരിക്കലും വിട്ടുമാറാതെ, ഒരിക്കലും ഒരു സമയം പോലും പിന്മാറാതെ നമ്മൾ ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്റാണ്. അതുപോലെ ഇസ്തിഗ്ഫാർ. ഇത് രണ്ടും പ്രധാനമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചു പോന്നാൽ നമുക്ക് ഇബ്ലീസിന്റെ കെണിവലകളിൽ നിന്ന് രക്ഷ നേടാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. വഹും യഹ്സബൂന അന്നഹും മുഹ്തദൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് നോക്കൂ. ഖാല യാ ഇബ്ലീസ്, ഇബ്ലീസേ, യാ റബ്ബി വബിഇസ്സതിക ലാ അസാലു അഗ്വി ബനി ആദം മാ ദാമത് അർവാഹും ഫി അജ്സാദിഹിം. ഇബ്ലീസ് പറയാണ്, റബ്ബിനോട് പറയണത്രേ, യാ റബ്ബി വഇസ്സതിക ലാ അസാലു അഗ്വി ബനി ആദം മാ ദാമത് അർവാഹും ഫി അജ്സാദിഹിം.
മനുഷ്യന്മാരെ ഞാൻ പിഴപ്പിച്ചുകൊണ്ടിരിക്കും അവരുടെ ശരീരത്തിൽ റൂഹുള്ള കാലത്തോളം. ശരീരത്തിൽ റൂഹുകൾ ഉള്ള കാലത്തോളം ഞാൻ അവരെ വഴിപിഴപ്പിക്കാനേ ശ്രമിക്കുള്ളൂ ഇബ്ലീസ് പറയുമ്പോ അല്ലാഹു തആല അതിന് മറുപടി കൊടുക്കുന്നു, വഇസ്സതി വജലാലി യാ മൽഊനു, ശപിക്കപ്പെട്ടവനെ, ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂ, എന്റെ അടിമകളെ, എന്റെ ജനങ്ങളെ നീ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും, അവരെന്നോട് പൊറുക്കലിനെ തേടിയാൽ. കണ്ടോ, വഴിപിഴപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെയും എന്റെ മനുഷ്യരെ കൊണ്ട്, എന്റെ ജനങ്ങളെ കൊണ്ട്, എന്റെ അബദുകളെ കൊണ്ട് നീ പല തോന്നിവാസങ്ങളും ചെയ്യിപ്പിക്കുന്ന സമയത്തൊക്കെയും അവരെന്നോട് തേടിയാൽ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ മറുപടി. ആലോചിച്ച് നോക്കണം, അള്ളാഹു നമ്മളോട് എത്രമാത്രം സ്നേഹവും കാരുണ്യവും ഉണ്ട് എന്ന് ഈ സംഭാഷണം ഒക്കെ നമ്മളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു തആല വളരെ വ്യക്തമായി ഇബ്ലീസിനോട് പറയാണ്, ഇജ്ജ് അവരെ വഴിപിഴപ്പിച്ചോ, അതിനൊക്കെ എനിക്ക് ഞാൻ സമ്മതം തന്ന്, ഓൾറെഡി നിനക്ക് സമ്മതം തന്ന്. പക്ഷേ അവര് വഴിപിഴക്കുമ്പോ അവരെന്നോട് ചോദിക്കും, പൊറുക്കലിനെ തേടും, പുറത്തു കൊണ്ടാന്ന് പറയും. ആ സമയത്ത് ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും. കണ്ട, അവിടെ അല്ലാഹു തആല പിശുക്ക് കാണിക്കുന്നില്ലല്ലോ. അവരെന്നോട് ആത്മാർത്ഥമായി ചോദിച്ചാൽ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും. അല്ലാഹു തആല പറയാണ്, വഇസ്സതി ബജലാലി യാ മൽഊനു ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂ,